Hey guys, welcome to a പുതിയ vlog. Guys, നമ്മൾ ഈ ഹോട്ടലിലെ ഡ്രോൺ ഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് 2 ദിവസം ഇതുവരെ കാണിക്കാൻ പറ്റില്ല. ഇത് കിട്ടിയ സ്ഥലമാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഇന്ന് നമുക്ക് കുറച്ച് റഷ് ഉണ്ട്. നമുക്കൊരു സ്പാ ഡേറ്റ് ഉണ്ട്. സ്പാ ഡേറ്റിന്റെ കൂടെ നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇന്ന് ലേറ്റ് ആയി പോയതുകൊണ്ട് നാളത്തെ വ്ളോഗിൽ സ്റ്റാർട്ടിങ് നമുക്ക് ഡ്രോൺ ഷോട്ടിൽ തുടങ്ങാം. അപ്പോൾ ഇപ്പൊ നമുക്ക് ലോബിയിലോട്ട് പോകാം ഗൈസ്. എൻഡി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് പോയാലോ? അന്ന് ഗതയൊക്കെ ചുവന്നുകൊണ്ട് കിടക്കണം. കണ്ടേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോട്ടലിൽ എലിവേറ്റർ ഒക്കെ ഉണ്ട്. യണ്ടി, ഹലോ, how are you, Yandi? Good. How was your feel? Everything good? Yeah, it's okay now. How was the room? It's good. But the pool area is awesome. Pool. Yes. Big pool. How was the room? The room was good. Yes. അവന്റെ നോട്ടോ ശരിയല്ലല്ലോ. So yeah, they are also down. Let's go. So they're still in the room, right? No, they are down. They will come now. Yes. And then we'll go for shopping, right? After spa shopping, then Kings Club. Yeah, spa will take time 2 hours. 2 hours. And then from the spa, I think better we go to Queens because to see beautiful sunset. Oh, okay. Sunset. Then Okay. After shopping. Queens, we can go to shopping. Shopping. We'll bring you to 24 hours. Oh, yes. Oh, yes. okay. Place you can trust. Okay. ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മുടെ കലാപരിപാടികൾ പോകുന്ന കേസ് ഇന്നത്തെ. ഇത് ഓക്കെ, ഒരു പെയിന്റിങ്. മദേഴ്സ് ലവ് ഈസ് എ പ്രൊഫൗണ്ട് ആൻഡ് നർച്ചറിങ് ഫോഴ്സ്, അൺകണ്ടീഷൻഡ് അക്സെപ്റ്റൻസ് സ്റ്റാൻഡിങ് ബൈ us ത്രൂ ലൈഫ്സ് അപ്സ് ആൻഡ് ഡൗൺസ്. നല്ല വിലയായിരിക്കും കേട്ടോ അതിന്. അടിപൊളി പക്ഷേ സാധനം. സുഹൃത്തുക്കളെ, ഇതാരാ വരുന്നതെന്ന് നോക്കൂ. മിസ്റ്റർ കണ്ണംബ്രോ കയ്യിലൊരു പിങ്ക് പെട്ടിയുമായി പടികളിറങ്ങി നമ്മുടെ എൻഡിയുടെ അടുത്ത്. അപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു വിട്ടോ അവിടെ. കണ്ണംബ്രോ, മനയിലേക്ക് സ്വാഗതം. ഹലോ പറഞ്ഞുകൊണ്ട് കണ്ണംബ്രോ മന്ദം ഞങ്ങളുടെ അടുത്തേക്ക് മന്തിക്കൊണ്ട് വരികയാണ് സുഹൃത്തുക്കളെ. ഗുഡ് ആഫ്റ്റർനൂൺ കണ്ണംബ്രോ. കണ്ണംബ്രോയുടെ സഹധർമ്മിണി എവിടെ? കണ്ണംബ്രോയുടെ സഹധർമ്മിണി ആര് ആണാ? നോട്ട്. ഓ, ദ സ്റ്റൈലിഷ് കണ്ണംബ്രോ. എൻഡി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവന്റെ കുണ്ടി വരെ തേച്ചിരിക്കുകയാണ്. അതെ, എൻഡിയുടെ കുണ്ടി പോവാതെ നമുക്ക് പെട്ടെന്ന് വടിയിലേക്ക് കയറാം. പെട്ടെന്ന് വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. ചൂടേറിയ വാർത്തകളുമായി കാർത്തിക് സൂര്യയും വർഷയും ബാലിയിൽ നിന്നും നിങ്ങളുടെ ഏവരുടെയും ടെലിവിഷൻ അല്ലെങ്കിൽ ഫോൺ സ്ക്രീനിലേക്ക് ലെറ്റ്സ് ഗോ. രണ്ടാമതായി വേദിയിലേക്ക് കടന്നു വരികയാണ് സുഹൃത്തുക്കളെ. കേരളക്കരയുടെ മാസ്മരിക ഭാവങ്ങൾ എല്ലാം ഒത്തുചേർന്ന നമ്മുടെ സ്വന്തം കണ്ണംബ്രോയുടെ ഭാര്യ അമ്മു. ഹലോ, വെൽക്കം. എന്താ താങ്കളുടെ കയ്യിൽ ഒരു നീല കളർ ബോക്സ്? ഓ, ഇത്രയും മേക്കപ്പ് ഇട്ടാണോ താങ്കൾ സ്പാ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് മാഡം? ഓ മൈ ഗോഡ്, ഫിൻസ് ക്ലബിൽ പോകാൻ വേണ്ടി അവൾ റെഡിയാക്കിയ ബാഗാണ് സുഹൃത്തുക്കളെ ഇത്. എവിടെ നിന്റെ ചേട്ടത്തി അല്ല നാത്തൂനും നാത്തൂന്റെ കെട്ടിയവനും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ വീണ്ടും. അടുത്തതായി സുഹൃത്തുക്കളെ, ഏറ്റവും അവസാനം രംഗത്തേക്ക് കടന്നു വരികയാണ് ഇന്നത്തെ കഥാനായിക ശരണി അനന്തു. ആഹാ, സ്വാഗതം. നിങ്ങളെ കാത്തിരുന്ന് എൻഡി അവിടെ തളർന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വണ്ടിയിലേക്ക് വന്ന് കയറണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. വന്നാലും മിസ് ശരണ്യ, മിസ്റ്റർ അനന്തു, ഞങ്ങൾ ലോട്ടറി കച്ചവടം തുടങ്ങുകയാണ്. ജക്കാർത്തയുടെ ബാലിയുടെ മണ്ണിലൂടെ ഇന്ന് നിങ്ങൾ രണ്ടുപേരും നടന്നു നീങ്ങുന്നതിന്റെ ചടുലമായ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. പോയി വണ്ടി കയറി. അവളുടെ നീലപ്പെട്ടി. ഗൈസ്, ഇന്നലെ രാത്രി എനിക്ക് വയ്യാണ്ടായി പോയായിരുന്നു. അതിന്റെ ആണ് ഈ തൊണ്ട അടച്ച് ഇങ്ങനെ ലോട്ടറിക്കാരുടെ ലോട്ടറി അനൗൺസ്മെന്റിന്റെ സൗണ്ട് കണക്ക് ആയത്. ഓക്കെ ആൻഡി, ലെറ്റ്സ് ഗോ. കം ഓൺ. യെസ്, പോകാന്നല്ലേ ആൻഡി പറഞ്ഞത്? സുഖമാണോ? ആ, സുഖമാണോ? കുണ്ടമാണോ? കയറി ഇരിയുടെ അങ്ങോട്ട്. അയ്യോ, ബാഗ് എടുത്തില്ല സുഹൃത്തുക്കളെ. ഞാനാണ് ഏറ്റവും അവസാനം വണ്ടി കയറാൻ പോകുന്നത്. എന്റെ ബാഗ് ഞാൻ അവിടെ വെച്ച് മറന്നുപോയി. ഓ, ഇപ്പൊ വരും കുറെ സിവിക് സെൻസിന്റെ തേങ്ങയെന്ന് പറഞ്ഞോട്ട്. താങ്ക് യു ഗൈസ്. കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ നിങ്ങളത്. ഞാൻ എന്ത് കാണിച്ചാലും ദുബായി പോയി ഞാൻ ഷർട്ടില്ലാതെ സ്ട്രീറ്റിൽ കൂടെ ഓടിയപ്പോൾ നിങ്ങൾ പറയാത്ത സിവിക് സെൻസ് ആണ്. ഇവിടെ വന്നൊരു ചേച്ചിയുടെ അടുത്ത് ഹായ് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയണത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കുണ്ടനങ്ങളാ. സുഖമാണോ? അടുത്ത മലയാളികൾ വരുമ്പോഴത്തേക്കും ഇവൻ കുണ്ടനാണോ? അയ്യോ, വർഷം എവിടെ? വർഷം കമ്മു. ആ, അമ്മു. ഗൈസ്, വർഷം അമ്മ കൂടെ എവിടെ പോയേക്കാണ് അതിൻ്റെ ഇടയിൽ കൂടെ. ഓ, എന്റെ തൊണ്ട മിക്കവാറും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടെ? എയർപോർട്ടിൽ ലുങ്കി കൊടുത്ത് പോവുക, മെട്രോയിൽ പാട്ട് പാടുക, ദുബായിയുടെ തെരുവുകളിലൂടെ ഉടുപ്പിടാതെ ഓടുക എന്ന് വേണ്ട ഉളത്തരങ്ങൾ കാണിക്കണേ എന്നോടാണോ നിങ്ങൾ വന്ന് സിവിക് സെൻസ് എന്ന് പറയുന്നത്? അതും ഒരു ചേച്ചിയുടെ അടുത്ത് ഹായ് പറഞ്ഞതിന്. വയ്യേ പുതിയ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക്? എന്താണ് ഇവർക്ക് പറ്റിയേ? എനിക്കറിയില്ലടാ, നിന്നെ റീൽ
അറിയില്ലതാണ്. നമ്മൾ എങ്ങനെയാണ് ഈ യൂട്യൂബ് പടുത്തുയർത്തിയത് നിങ്ങൾക്ക് അറിയില്ലേ? ഓ ഞാൻ തളർന്ന് കമന്റ് വായിച്ച് നമ്മളെ മനസ്സിലാക്കുന്ന സിവിക് സെൻസ് ഇല്ലെന്നടി നമുക്ക്. നമ്മള് ജീപ്പ് വന്നപ്പോ ഒരു ചേച്ചിയുടെ അടുത്ത് ഹായ് പറഞ്ഞു വന്ന്. പിന്നെ എയർപോർട്ടില് ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങളെക്കാളും ഫ്രണ്ട്ലിയാണ്. പറഞ്ഞൊരു 10 ഹായ് കൂടെ പറയാൻ റെഡി ആയിട്ടല്ലായിരുന്നു. അത് ടൂറിസ്റ്റ് നേഷൻ അല്ലേ ഗൈസ്? പിന്നെ എയർപോർട്ടിൽ സൗണ്ട് വെച്ചു. ട്രിപ്പിന് വന്നതാന്ന് അവർക്ക് അറിയില്ല. നമ്മള് സൈലന്റ് ആയിട്ട് കാർ ഇരിക്കാനോ വല്ലയിടത്ത് അടങ്ങിയിരിക്കാനാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നാ പോരെ. നമ്മള് മനസ്സ് തുറന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വരണം. എല്ലാരും ഈ മോഡിലായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പറഞ്ഞ സായിപ്പന്മാരെന്താണ് കാണിക്കണത് എന്നും പറഞ്ഞ് സായിപ്പന്മാർക്ക് സിവിൽ സെൻസ് ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ അവരുടെ വീഡിയോ ഇപ്പൊ കമന്റ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ പാവപ്പെട്ട കച്ചവടക്കാരെ അവന്മാരുടെ അണ്ണാക്കിൽ വരെ കയറിയിരുന്ന് വീഡിയോ എടുത്ത് ഇന്റർനെറ്റിൽ ഇട്ട് ഇന്ത്യയെ നാറ്റിക്കണ അവന്മാരാണ്. നമ്മളിവിടെ വന്നൊരു ഹായ് പറഞ്ഞാല് അല്ലെങ്കിൽ ഇത്തി സൗണ്ട് എടുത്ത് സംസാരിച്ചാല് അഴുക്ക നമ്മള്. സായിപ്പന്മാർ ഇവിടെ വന്ന് നമ്മുടെ നാടിനെ പട്ടിപ്പുച്ഛമായിട്ട് കാണിച്ച അവന്മാര് ഓഹോ. അത് മാത്രമല്ല, ഏത് വ്ളോഗർമാരാണ് സൗണ്ട് ഉണ്ടാക്കാതെ ഫ്ലൈറ്റിൽ കയറി പോണ ഫോറിനിലുള്ള ലോഗൻ പോളൊക്കെ കാണിച്ചു വെച്ചേക്കണൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതും വെച്ചിട്ട് അമേരിക്കക്കാരെങ്കിലും സ്റ്റീരിയോ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഓൾറെഡി സ്റ്റീരിയോ ടൈപ്ഡ് ആണ് ഗൈസ്. ഇന്ത്യക്കാർ ഓൾറെഡി സ്റ്റീരിയോ ടൈപ്ഡ് ആണ്. ഇനി നിങ്ങൾ തങ്കത്താലത്തിൽ അവരുടെ ചന്തി കൊണ്ടുവച്ചാലും അവർ പറയും നമ്മൾ അൺസിവിലൈസ്ഡ് ആണെന്ന്. കാരണം അവരുടെ മനസ്സിലത് അങ്ങനെയാണ് രജിസ്റ്റേർഡ്. നമ്മുടെ മനസ്സിൽ സായിപ്പന്മാരെന്തോ വലിയ പൊണാണ്ടറാണെന്ന് രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ജസ്റ്റ് എൻജോയ് യുവർ ലൈഫ്. ചെറിയ ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യുക ഗൈസ്. അല്ലാതെ എന്ത് പുന്നിടാവേ, അത് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാലെ പിടിച്ച് അതിൻ്റെ ബഹളമാണ്. ഉയ്യോ. എന്തായാലും ഞങ്ങളൊന്ന് സ്പാക്കി പോയി ഇതൊന്ന് റിലാക്സ് ചെയ്യട്ടെ. എനിക്കറിയായിരുന്നു അപ്പോഴേ ഞാൻ ഹോണ്ട സിവിക് എടുത്താൽ മതിയായിരുന്നു, സിറ്റി എടുക്കണ്ടെന്ന്. എന്നാ പിന്നെ അതെ, അടുത്ത നമ്മൾ സിവിക് എടുക്കുക ഗൈസ്. ഞങ്ങൾ സ്പാക്കി പോട്ടെ ഗൈസ്. ഇവിടുത്തെ പ്രതിമകളൊക്കെ വേറെ ലെവലാണ് കേട്ടാ. ഭയങ്കര രസമായിട്ടുള്ള, അയ്യോ എത്തുന്നു അതിനിടെ കൂടെ മരങ്ങൾ കയറി വന്നു. ഭയങ്കര രസമായിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഇവിടെ. നമസ്കാരം കയറിക്കോട്ടെ. ഓക്കെ, സ്പായിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബാലി ഓർക്കിഡ് സ്പാ. ഹലോ. നല്ല മോളല്ലേ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, താങ്ക് യു. ടവലെടുത്തോടി. നല്ല തണുത്ത വെള്ളം. എന്തൊരു തണുപ്പ്. കഴുകി ഉടക്കാൻ കൊണ്ട് വെച്ചിരിക്കുന്നു. തൊണ്ടവേദനയ്ക്ക് ബെസ്റ്റ് ചേട്ടാ. ഡേയ്സ് ഇവിടെയും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഇതാണ് മസാജ് സെന്ററിനകത്തോട്ട്. ആണാ, ഒരുപാട് പേരുണ്ടല്ലോ മസാജ്. ഇതാണ് നമ്മുടെ സ്പാ റൂം. ഞങ്ങൾ ഒരു കപ്പിൾ സ്പാ എടുത്തിട്ട് വരട്ടെ. കീയോ? ഓ, ലോക്ക്. നമ്മുടെ സാധനങ്ങൾ ലോക്ക് ചെയ്ത്. ഓ, ബുദ്ധിപരമായി നീക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഗൈസ്. ഞങ്ങൾ ഇനി റെഡിയായി. സ്പാ കഴിഞ്ഞിട്ട് വരാം. ഓ, മസാജ് കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. യോ, എണ്ണം വിസിലടിച്ച് തള്ളയണല്ല. എന്തൊരു സമാനം ഗൈസ്. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ആ പടിക്കെട്ടൊക്കെ കയറി നാത്തിങ്ങ ചെയ്തിട്ടുണ്ടല്ലോ. കാലൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കുകയായിരുന്നു. അതൊക്കെ അങ്ങോട്ട് ഉടച്ച് പിടിച്ചെടുത്ത് ഓഹോ, ഭയങ്കര രസം ഗൈസ്. ഇനി എന്റെ ജലദോഷം കൂടുതൽ ചെറിയൊരു സംശയം. എന്തായാലും ഞങ്ങൾ ഇനി ഫിൻസ് ക്ലബിലോട്ട് പോട്ടെ ഗൈസ്. നമ്മൾ ഫിൻസ് ക്ലബിൽ എത്തിയിരിക്കുകയാണ്. വേൾഡ്സ് ബെസ്റ്റ് ബീച്ച് ക്ലബ് എന്ന് പറഞ്ഞ ടാഗ് ലൈനോട് കൂടിയാണ് ഫിൻസ് ക്ലബ്ബ് കിടക്കുന്നത്. കാണാനൊക്കെ നല്ല രസമുണ്ട് ഗൈസ്. അകത്ത് കയറി നോക്കാം എന്തരാവോ. ഇവിടെ ആക്കിയിട്ട് എണ്ടി പോവാണ് സുഹൃത്തുക്കളെ. താങ്ക് യു, ബൈ. നല്ല ലുങ്കി അല്ലേ എണ്ടിയിടത്. അപ്പോൾ പോകുമ്പോ ഇതുപോലത്തെ 2 വാങ്ങിച്ചോട്ട് പോവാം. ഇവിടെ പിടിച്ചെടുത്തിയടി. എന്നിട്ട് പറഞ്ഞ എത്ര വയസ്സെന്ന് ചോദിച്ചു. ആണാ, അമ്മൂനെ പിടിച്ചെടുത്താൽ വിഷമം ഉണ്ടാവും. ഞാൻ ചോദിച്ചു എത്ര വയസ്സ് കാണുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് മേ ബി 16 എന്ന്. അമ്മൂന്റെ പോകുന്ന എന്താ ഒരു വാട്ടം. നിന്നെ പിടിച്ചെടുത്താത്തോണ്ടാടാ. അതെയാ, എന്റെ അടുത്ത് ചോദിച്ചത് 16 വയസ്സാണെന്ന്.
എവക്ക് ഞാൻ പറഞ്ഞ അല്ല മഫിയത്രി 23 ഉണ്ടെന്ന് പറഞ്ഞേ. എന്തോടാ എനിക്ക് അറിഞ്ഞോട്ടാ, ചിലപ്പം ഇന്തോനേഷ്യ തോന്നിക്കൂലായിരിക്കും. കൊളുന്ന് നുള്ളാൻ പോകുന്ന യുവതിയെ കണക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ എന്റെ സാധാരണ. ഇത് കയറി വരുമ്പോൾ ആദ്യം ഒരു ഷോപ്പാണ്, ഷോപ്പ് കഴിഞ്ഞിട്ടാണ് എൻട്രൻസ്. ഗൈസ് അപ്പൊ ഇതാണ് ഫെൻസ് ക്ലബ്ബ്. എന്റെ മോനെ ഇത് ഭംഗി ഇത് കാണാൻ എസ്തെറ്റിക്കലി നല്ല രസമുള്ള സ്ഥലം കേട്ടോ. പക്ഷെ മഴ കാരണം ചെറിയൊരു ബുദ്ധിമുട്ട് ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് വരാവേ. ഞങ്ങൾ ഈ വ്യൂ കണ്ടോളൂ, ഞങ്ങൾ പോയി ഒന്ന് അടിച്ചു പൊളിച്ചിട്ടാണ്. ഗൈസ് നമ്മൾ ഫിൻസ് ക്ലബ്ബിൽ നിന്ന് ഞാനും വർഷം കൂടെ നേരെ തിരിച്ചു വന്നു. നമുക്ക് ഭയങ്കര ജലദോഷവും തൊണ്ടവേദനയായിപ്പോയി ഗൈസ്. ഇവിടെ ഒന്ന് കിടന്ന് ഉറങ്ങി ഗുളിക കഴിച്ച് സെറ്റായപ്പോഴത്തേക്കും ശരണ്യ അവരൊക്കെ ഒന്ന് ചെറിയൊരു ഷോപ്പിങ്ങിലൂടെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വിയറ്റ്നാമിലുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബ്രോയുടെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തു നമ്മളെല്ലാവരെയും കൂടെ. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് സെറ്റായിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഏതോ വലിയ ഒരു ആളാണ് എന്റെ സബ്സ്ക്രൈബർ എന്ന് തോന്നുന്നു. ബെൻസിന്റെ വി ക്ലാസ് അല്ലേടി ഇത്? ഇവിടത്തെ ഏതോ ഡോണിനാണെന്ന് തോന്നുന്നു എന്റെ സബ്സ്ക്രൈബർ. ഓക്കെ ഞാൻ കയറട്ടെ. ഫ്രണ്ടില് പോലീസ് എസ്കോർട്ടൊക്കെ. ഇത് പൊളിയായിരിക്കും കേട്ടാ ഗൈസ്. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് അഭിമാനം തോന്നുന്നു സുഹൃത്തുക്കളെ. ഞങ്ങൾക്ക് അറ്റ്ലസ് ക്ലബിലോട്ട് പോകാൻ പോലീസ് എസ്കോർട്ടോട് കൂടിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? വണ്ടിയിലാണ് നമ്മളിപ്പോ ഇരുന്ന് പൊക്കോണ്ടിരിക്കുന്നത്. ലിറ്ററലി ഞാൻ കളിക്കല്ല പറഞ്ഞ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾക്ക് പോലീസ് എസ്കോർട്ടാണ് ബാലിയില്. അല്ല ബ്രോ, ഇത് ആര്യൻ ഖാനയും ഒക്കെ ഡ്രൈവ് ചെയ്ത പുള്ളിക്കാരനാണ്. ദാണ്ട ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഞാൻ കളിക്കല്ല പറഞ്ഞത്, ഫ്രണ്ടിൽ കൂടെ പോലീസ് എസ്കോർട്ട്, അതും ബാലി പോലീസ്. നമ്മുടെ ഇച്ചായൻ നമ്മളെ അറ്റ്ലസ് സൂപ്പർ ക്ലബിലേക്ക് കൊണ്ടുപോവാണ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഇതൊരു പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം നിന്റെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനത്തെ ഒരാളുണ്ടെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് നിന്നോടൊരു അഭിമാനം തോന്നുന്നു. സീരിയസ്ലി ഇതിനെ പോലത്തെ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചെന്ന് പറയുമ്പോഴത്തേക്കും കാർത്തിക് ബ്രോ ഐ ഫീൽ ഫിൻസ് ക്ലബിന്റെ ഒക്കെ ലെവലിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബ്. അതെ, കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്ന നമുക്കൊരു കിട്ടിയേക്കുന്ന ഒരു പ്രിവിലേജ് മനസ്സിലുള്ളത്. ഇവിടെ സത്യം സഞ്ചരിക്കുന്ന തന്നെ ഏതാണ്? ബെൻസിന്റെ ആയതുകൊണ്ട് വി ക്ലാസ്. ബ്രോ, which vehicle is this? Benz? Yeah, Mercedes-Benz V-Class. V-Class. ഞാൻ പറഞ്ഞില്ലേ, അത് പോലീസ് എസ്കോർട്ടോടെ. അതെ, നമുക്ക് സിഗ്നൽ പോലും ബാധകമല്ല. സുഹൃത്തുക്കളെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു അധോലോകമായി മാറിയിരിക്കുകയാണ്. ഇച്ചായനെ തൊട്ട് ബാക്കിലുണ്ട്. ഇച്ചായനെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇച്ചായനെ കാണിക്കാത്തത്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ. ഞാനിപ്പോ ആലോചിക്കണേ, നമുക്ക് ഇപ്പൊ ഇവിടെ ഇത്രയും വലിയൊരു സംഭവം കിട്ടിയെങ്കിൽ അവിടെ പബ്ബിൽ നമുക്ക് എന്തായിരിക്കും? അതെ, നമുക്കവിടെ പോയി നോക്കാം. ഇന്നത്തെ രാത്രി ഞങ്ങൾ ഇച്ചായന് വിട്ടുകൊടുത്തേക്കുന്നു സുഹൃത്തുക്കളെ. അറ്റ്ലസ് ബീച്ച് ഫെസ്റ്റ് ഗൈസ്. നമ്മൾ അറ്റ്ലസ് സൂപ്പർ ക്ലബിലേക്ക് എത്തുകയാണ് ഗൈസ്. VIP സീലൊക്കെ അടിച്ചെന്ന് ഇവിടെയാണ് ഗൈസ്. ആണ്, എനിക്കൊരു ഐഡിയ ഇല്ലേ. ഹലോ, യാ ഓടിച്ചൊക്കെ ചെയ്തു. ഇവിടത്തെ VIP ലോഞ്ചിലാണെന്ന് വേണ്ടി നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ ഗൈസ് എനിക്ക് സത്യം പറഞ്ഞ ഒരു സ്വപ്നം പോലെ ഫീൽ ചെയ്യണം. അവിടെ ഞങ്ങളുടെ പേരെഴുതി കാണിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പൂക്കുറ്റി കത്തിച്ച് കൊണ്ടുവരുന്നു. എനിക്കറിഞ്ഞൂടാ ഗൈസ്, ഇപ്പോഴും അതൊരു സ്വപ്നമാണെന്ന് വിചാരിക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ഒരു ദിവസം ഇതൊരു കഥ പോലെ ഇരുന്ന് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാം. ആൾക്കാർ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ വീണ്ടും പോലീസ് എസ്കോർട്ടോട് കൂടി പുറത്തു പോയി ഇച്ചായൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലോക്കൽ ഫുഡും വാങ്ങിച്ചു തന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും എസ്കോർട്ടോട് കൂടി ഞങ്ങളെ ഹോട്ടലിൽ കൊണ്ടാക്കിയപ്പോഴാണ് ഞങ്ങളുടെ നൈറ്റ് അവിടെ അവസാനിച്ചത്. ഇപ്പോൾ സമയം 4:30. ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.